മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ AK അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും മറന്നുകൂടാത്തതും എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു പേരാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ പേര്. 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സായതോടുകൂടി വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷെ അതിന് 10 വർഷം മുമ്പ് തന്നെ ശ്രീ EMS പറയുകയുണ്ടായിട്ടുണ്ട്, ജനകീയാസൂത്രണം എന്നൊരു തത്വമുണ്ട്. ആ തത്വത്തിന് കേന്ദ്ര തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കും സംസ്ഥാന തലത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അധികാരത്തിന്റെയും വിഭവങ്ങളുടെയും വിതരണവും സമത്വപൂർണമായിട്ടുള്ള പുനർവിതരണം ഉണ്ടാവണം. അപ്പോ അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് പിന്നെ ബലന്തരായ ശാശ്വത കമ്മീഷനുകളിലേക്ക് തുടർച്ചയായിട്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും സബ്മിഷനുകൾ കൊടുക്കുകയും ഒക്കെ ആ ഒരു അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് 93 ഈ ഒരു ജനകീയാസൂത്രണം. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV പ്രസീത സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസ് പടന്നോട്ട് കരട് പദ്ധതി അവതരണം നടത്തി. ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഗെയിംസിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം സോഫ്റ്റ്ബോൾ ത്രോയിൽ 1ാം സ്ഥാനം സ്വർണ്ണ മെഡലും 50 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനവും വെള്ളി മെഡലും നേടിയ PV നിവേദ്യ, കാഴ്ച പരിമിതി വിഭാഗം JRF നേടിയ റിൻഷ രവീന്ദ്രൻ, ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ കാശിനാഥൻ, ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള പ്രഥമ K മുഹമ്മദ് ഈസ മെമ്മോറിയൽ സംസ്ഥാന അവാർഡ് നേടിയ ജലറാണി ടീച്ചർ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. VP ഷൈജ, K ഗിരീശൻ, CK റസീന, TV ഷമീമ, E ബിന്ദു, PK പത്മജ, ശ്രീധരൻ സംഘമിത്ര, മുണ്ടേരി ഗംഗാധരൻ, MK മുരളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. A ഗിരാജ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.